പ്രിയ എസ് കെ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വൈകുണ്ഠ ഏകാദശിയാണ്. സ്വർഗവാതിൽ ഏകാദശി എന്നും ഈ ഏകാദശിയെ പറയുന്നു. ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ അധികം പുണ്യമാണ്. പരമപവിത്രമായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും അർപ്പിച്ച് പൂജാ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിഷ്ണു നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക എന്നത് വളരെ പുണ്യമാണ്. ഈ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്നും പറയുന്നു. അതിന് പ്രധാന കാരണം ഈ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലെ വടക്ക് വശത്തുള്ള വാതിൽ തുറന്ന് അതിൽ കൂടെ നാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് മറുവാതിൽ കൂടെ പുറത്തേക്ക് വരികയാണ്. ഈ ദർശനം സ്വർഗവാതിൽ പ്രവേശത്തിന് തുല്യമായി കണക്കാക്കുന്നു. ഏകാദശി ദിവസത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് മാത്രമാണ് ഈ പുണ്യം ലഭിക്കുക. ജന്മാന്തരങ്ങളായി നാം ചെയ്ത സുകൃതത്തിൻ്റെ ഫലമാണ് ഈ ധൃതി പിടിച്ച ഈ ജീവിതത്തിലും നമുക്ക് ഭഗവാനെ ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്താൻ, സ്വർഗവാതിൽ ഏകാദശി ദർശനം നടത്താൻ ലഭിക്കുന്ന ഭാഗ്യമെന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. നാം ജന്മാന്തരങ്ങളായി ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമാണ് നമുക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം ഏകാദശി ദിവസത്തിൽ സാധ്യമാകുക എന്നാണ്. ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ പാതാര വിന്ദങ്ങളിൽ താമരപ്പൂവ് സമർപ്പിച്ച്, തുളസിമാല സമർപ്പിച്ച്, പഴവർഗ്ഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പരമപവിത്രവും അതിവിശിഷ്ടവുമായി നാം ചൊല്ലേണ്ട ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രത്തിൽ വളരെ പ്രധാനമാണ് സഹസ്രനാമ സ്തോത്ര ജപം, വിഷ്ണു സഹസ്രനാമ സ്തോത്ര ജപം. ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. സഹസ്രനാമ ജപത്തോടൊപ്പം ചൊല്ലേണ്ട മറ്റു മന്ത്രങ്ങൾ ഇതാണ്. ഇനി പറയുന്ന മന്ത്രങ്ങൾ ഏകാദശി ദിവസം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു മന്ത്രം ഓം നമോ നാരായണായ എന്ന മന്ത്രമാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം നിങ്ങൾക്ക് എത്ര ഒരു ചൊല്ലാൻ സാധിക്കുമോ അത്രയ്ക്കും നല്ലതാണ്. കുറഞ്ഞത് ഒരു 74 പ്രാവശ്യം ഉരുവിടുന്നത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കാം. ഈ മന്ത്രവും ജപിക്കാം. അല്ലെങ്കിൽ ഓം വിഷ്ണുവേ നമ എന്ന ലളിതമായ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ മന്ത്ര ജപത്തോടൊപ്പം പ്രധാനമായി നിങ്ങൾ ചൊല്ലേണ്ട മറ്റൊരു മന്ത്രം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാഹാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഫിർ ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവ ഭയകരം സർവലൗകികനാഥം. ഈ മന്ത്രം പറയുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഇത് വളരെ പരമപവിത്രമായിട്ടുള്ള മന്ത്രമാണ്. മഹാവിഷ്ണുവിൻ്റെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി നാം ചൊല്ലേണ്ട പ്രധാനമായ മന്ത്രമാണ്. ഏകാദശി ദിവസം ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.
ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിൽ ഏതൊരു സംശയവും വേണ്ട. ഈ മന്ത്രം പ്രധാനമായി ജപിക്കുന്നത് വളരെ പുണ്യമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിഷ്ണു പ്രീതി ലഭിക്കുക മാത്രമല്ല, നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും മാറി നമ്മുടെ ജീവിതത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു വെറ്റിലയിൽ 1 രൂപ നാണയം വച്ച് ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ നാണയവും വെറ്റിലയും ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിച്ച് അത് നെഞ്ചോട് ചേർത്ത് വച്ച് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിക്കുന്നതാണ്. അതിനുശേഷം അത് ക്ഷേത്രത്തിൽ തന്നെ കാണിക്കയായി സമർപ്പിക്കുക. ആ നാണയം ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി ഈ പ്രാർത്ഥന ചെയ്യുക. ആ പ്രാർത്ഥന തീർച്ചയായും അതിന് സൽഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. ഈ ദിവസം നാം ചെയ്യുന്ന പൂജകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് വളരെയധികം സൽഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഈ ദിവസം എല്ലാവരും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കാത്തവർ വീടുകളിൽ തന്നെ മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിന് മാല സമർപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. വിഷ്ണു മന്ത്രങ്ങൾ, നേരത്തെ പറഞ്ഞ മന്ത്രങ്ങൾ ജപിക്കാം. ഇതുകൂടാതെ സ്വർഗവാതിൽ ഏകാദശി ദിവസം പറഞ്ഞു തുടങ്ങേണ്ട ഒരു വെങ്കടേശ്വര ശ്ലോകം, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ദയവായി അത് വീക്ഷിക്കുക. നിങ്ങളേവർക്കും ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൃപാകടാക്ഷം ലഭിക്കട്ടെ. നിങ്ങൾക്ക് വൈകുണ്ഠ മോക്ഷപ്രാപ്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.